ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 ഫിസിക്സ് എൻസിഇആർടി എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 3.2 ആണ്. കറണ്ട് ഇലക്ട്രിസിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. ഓക്കെ, തൊട്ടുമ്പത് വീഡിയോസുകൾ കാണാത്തൊരു നിർബന്ധമായിട്ട് കാണാം. നമുക്ക് സമയം കളയേണ്ട. ആ ക്വസ്റ്റ്യൻ എന്താണെന്നും ഏതാ കോൺസെപ്റ്റ് എന്നും അത് പ്രോബ്ലം ആണെങ്കിൽ എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാന്നുള്ളത് ഞാൻ സെറ്റാക്കി തരാം. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? എ ബാറ്ററി ഓഫ് EMF 10 വോൾട്ട് ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 3 ohm ഈസ് കണക്റ്റഡ് ടു എ റെസിസ്റ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, ബാറ്ററി 10 വോൾട്ട് ആണ്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 3 ohm ആണ്. ടോപ്പിക് ഒക്കെ ഏകദേശം മനസ്സിലായി വരുന്നുണ്ടാവും. ഓക്കെ മക്കളെ, നല്ല മാർക്കാണോ നിങ്ങൾ വേണ്ട? ഷുവർ നിങ്ങൾ NCERT തന്നെയാണ് അതിൻ്റെ ഒരു ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ. ഓക്കെ, ദെൻ ഇഫ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഈസ് 0.5 ആംപിയർ ആണ്, വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്റർ എന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കഴിയുന്നില്ല. വാട്ട് ഈസ് ദ ടെർമിനൽ വോൾട്ടേജ് ഓഫ് ദ ബാറ്ററി വെൻ ദ സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ്? അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ കുറച്ചൊരു ഡൗട്ട് അടിക്കും. ക്ലോസ്ഡ് എന്ന് പറയാൻ കാരണം എന്താണ്? ഓപ്പൺ അപ്പോൾ മാറുമോ? അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡൗട്ടുകളൊക്കെ വരും. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സെല്ലൊക്കെ വരുന്ന ഒരു ആവറേജ് അല്ലെങ്കിൽ എബവ് ആവറേജ് ക്വസ്റ്റ്യൻ തന്നെ പറയേണ്ടി വരും. തൊട്ടുമ്പത്തത് ഞാൻ പറഞ്ഞാലേ ബിലോ ആവറേജ് ആയിരുന്നു. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബാറ്ററി, സെല്ല്, EMF ഇതൊക്കെ വരുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യനാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതാണ് ചെയ്യാം. നിങ്ങൾക്ക് കംപ്ലീറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ മോഡൽ വന്നു കഴിഞ്ഞാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന കാര്യം എന്താണ്? EMF തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്ന കാര്യങ്ങളുണ്ട് എടുത്ത് എഴുതാം. ഗിവൺ ദാറ്റ് EMF എൻ്റെ കൂടെ തന്നെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. വേണ്ടതൊക്കെ നോട്ട് ചെയ്ത് വരിക. പോസ് ചെയ്ത് കണ്ടാൽ മതി കേട്ടോ. 10 വോൾട്ട്. അതുപോലെ പറയാം എന്ത് ലെവൽ പ്രോബ്ലമാണ് മക്കളെ, ഷുവർലി ഞാൻ ഗ്യാരണ്ടി പറയാം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ എൻട്രൻസ് ലെവൽ കാര്യങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കി ഒരു ബിഗിനർ നിലക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എത്രയായിരുന്നു? 3 ohm ആയിരുന്നു. പിന്നെയോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പറയുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, എപ്പോഴും നമ്മൾ തന്ന കാര്യങ്ങൾ എടുത്ത് എഴുതി വെക്കാം. I is equal to 0.5 ആംപിയർ. പിന്നെ നമുക്ക് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്റർ കണ്ടുപിടിക്കണം. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർമിനൽ വോൾട്ടേജും കണ്ടുപിടിക്കണം സർക്യൂട്ട് ക്ലോസ്ഡ് ആവുന്ന സമയത്ത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? എന്താ കോൺസെപ്റ്റ്? ഓംസ് ലോ തന്നെയാണ് കോൺസെപ്റ്റ് വരിക അല്ലേ. ഓക്കെ, നമുക്കിവിടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസും ഉണ്ട്, ഒരു സെല്ലുണ്ട്. അതുപോലെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസും ഉണ്ട്. ഇതാണ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഈ സെല്ലിൻ്റെ EMF ആണ് E എന്ന് പറഞ്ഞാൽ. ഈ സെല്ലിന് ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ട് അവിടെ, അതാണ് സ്മോൾ r. ഇവൻ്റെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ കറണ്ട് അല്ലെങ്കിൽ EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. E is equal to ആര്? I ഇൻറ്റു റെസിസ്റ്റൻസ്. ഇവിടെ റെസിസ്റ്റൻസ് എന്താണ്? R പ്ലസ് സ്മോൾ r വരും. ഇതാണ് ടോട്ടൽ റെസിസ്റ്റൻസ്. എന്തുകൊണ്ട് അങ്ങനെ എടുക്കാൻ കാരണം? രണ്ട് എക്സ്റ്റേണൽ റെസിസ്റ്റൻസും ഉണ്ട്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്രം ദിസ് ഇക്വേഷൻ നമ്മൾക്ക് എന്ത് ചെയ്യാം? R പ്ലസ് R കണ്ടുപിടിക്കാം. ഓക്കെ, എനിക്ക് ഈ R ആണ് വേണ്ടത്. അപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ I LHSലേക്ക് എടുത്തു കഴിഞ്ഞാൽ E ഡിവൈഡഡ് ബൈ I ഇസ് ഈക്വൽ ടു ആര് വരൂടാ? R പ്ലസ് ക്യാപിറ്റൽ R പ്ലസ് സ്മോൾ r എന്ന് വരൂലേ. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ Rൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ക്യാപിറ്റൽ R ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ക്യാപിറ്റൽ R ഇസ് ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ I ചെയ്യുക. E ഡിവൈഡഡ് ബൈ I ചെയ്തിട്ട് എന്ത് മൈനസ് ചെയ്താൽ മതി? സ്മോൾ r മൈനസ് ചെയ്താൽ മതി. ഈ ഇക്വേഷനാണ് അവിടുത്തെ ആദ്യം നമുക്ക് ആവശ്യമുള്ള ഹൈലൈറ്റ് ചെയ്യേണ്ട കോൺസെപ്റ്റ്. അപ്പോൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ആരാണ്? EMF ഡിവൈഡ് ബൈ കറണ്ട് മൈനസ് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ചെയ്താൽ മതി. നമുക്കിത് EMF ഇവിടെയുണ്ട്. ഓക്കെ, കറണ്ട് ആണെങ്കിലും അത് എവിടെയുണ്ട്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എവിടെയുണ്ട്. മൂന്ന് കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ പ്രൊവൈഡഡ് ആണ്. അപ്പോൾ നമുക്ക് ആ വാല്യൂസ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് നമുക്ക് ഈ ഭാഗത്ത് ഒന്ന് ചെയ്യാം. ഓക്കെ, എന്താണ് അപ്പോൾ വരിക? എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ, സോറിയടാ, EMFൻ്റെ വാല്യൂ എത്രയായിരുന്നു? 10 വോൾട്ട് മായിച്ചു പോയി. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 3 ohm, കറണ്ട് 0.5 അല്ല ഉണ്ടേ, ഒന്ന് ചെക്ക് ചെയ്യണേ. 0.5 ആണെന്ന് എൻ്റെ ഓർമ്മ. ഓക്കെ, ദെൻ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R ഇസ് ഈക്വൽ ടു E ഡിവൈഡ്. E എത്രയാണ്? E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ് കേട്ടോ. E എന്ന് പറഞ്ഞാൽ 10 വോൾട്ട് ആണ്. 10 ഡിവൈഡഡ് ബൈ ഓക്കെ കറണ്ട് എത്രയാണ്? 0.5 മൈനസ് 0.5 മൈനസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എത്രയാണ്? 3 ആണ്. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. 0.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/10 ആണ്. അപ്പോൾ 10 മുകളിലേക്ക് വരും എന്ന് അറിഞ്ഞിരിക്കണം. എപ്പോഴും വരും ഡെസിമൽ വരുമ്പോൾ കുറേ ആക്കി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കാൽക്കുലേറ്റർ, അപ്പം കാൽക്കുലേറ്ററിൻ്റെ സഹായം തേടേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ ഒന്നും വേണ്ട. 0.5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5/10. അപ്പോൾ ഈ 10 മുകളിലേക്ക് വരും. 10 × 10 എത്രയാണ്? 100 ഡിവൈഡ് 10 × 10 ചെയ്യുക. 100 ഡിവൈഡ് ബൈ 5 ചെയ്യുക. 100/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ്.
അപ്പോൾ 20 ചെയ്തു. പിന്നെ കഴിഞ്ഞു ഇല്ല, 20 മൈനസ് എത്ര ചെയ്യാനുണ്ട്, എത്ര 3 ചെയ്യാനുണ്ട്, എത്ര 20 മൈനസ് 3 ഉണ്ട്. 20 മൈനസ് 3 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാടാ, 17 ഓം ആണ്. ഇതാണ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, മോശമില്ല. ഓക്കെ, 17 ഓം ആണ് നമ്മൾ ഫസ്റ്റ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് കോൺസെപ്റ്റ്, ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ആർ എന്ന് റീഅറേഞ്ച് ചെയ്ത് ക്യാപിറ്റൽ ആർ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ വേണ്ട വാല്യൂസ് ഒക്കെ കൊടുത്തൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്റർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്, അതങ്ങനെ തന്നെ ചോദിക്കൂടാ. എന്ത് ഡൗട്ടാണ് നമുക്ക് നിങ്ങൾ ചോദിക്കട്ടെ കമൻറ്റ് ബോക്സിലായിട്ട്. 17 ഓം കോൺസെപ്റ്റ് വൈസ് ഓൺ എക്സാം ഒക്കെയാണ്, കോൺസെപ്റ്റ് വൈസ് വീഡിയോസ് ഉണ്ട്, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അത് പിന്നെ പഠിച്ചേക്കും മക്കളെ. ദെൻ കഴിഞ്ഞു ഇല്ല. അതിൻ്റെ കൂടെ തന്നെ ടെർമിനൽ വോൾട്ടേജ് ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലേ, ടെർമിനൽ വോൾട്ടേജ് ചോദിച്ചിട്ടുണ്ട്. വെൻ ദ സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ്. അപ്പോൾ സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വി കണ്ടുപിടിക്കണം, അത്രയേ ഉള്ളൂ. വി ആണ് കണ്ടുപിടിക്കേണ്ടത്. വി ഇസ് ഈക്വൽ ടു ആരാണ്, ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർ. അവിടെ കണ്ടോ, നേരത്തെ ഇ ആണ് എഴുതിയത്, ഇത് വി ആണ്. വി ഇസ് ഈക്വൽ ടു നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്, IMF അല്ല. അപ്പോൾ വി ഇസ് ഈക്വൽ ടു ഐ എത്രയാണ്, 0.5, ആർ എത്രയാണ്, അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് 17. ദാറ്റ് മീൻസ് ആ 17ൽ എന്തെങ്കിലും തെറ്റത്, 17 കിട്ടേണ്ടടുത്ത് മറ്റൊരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെർമിനൽ വോൾട്ടേജ് കിട്ടില്ല, അല്ലെങ്കിൽ വോൾട്ടേജ് സർക്യൂട്ട് ക്ലോസ്ഡ് എന്ന് ഒക്കെ ഉണ്ടായിട്ട് ചോദിക്കുക. അപ്പോൾ 17ൻ്റെ ഹാഫ് എത്രയാണ്, 17 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 17ൻ്റെ ഹാഫ്. 17ൻ്റെ ഹാഫ് എത്രയാണ്, 8.5 വോൾട്ട് ആയിരിക്കും അവിടെ ആൻസർ വരിക, ടെർമിനൽ വോൾട്ടേജ്. ക്ലിയർ ആണോ? ഇതാണ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സെക്കൻഡ് പാർട്ടിലൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ എക്സസൈസ് എത്രയടാ, 3.2 വരുന്ന പ്രോബ്ലം ഇതായിരുന്നു. മക്കളെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആദ്യം ചോദിച്ചത് നമ്മൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. രണ്ടാമത് ചോദിച്ചത് ഓക്കെ സർക്യൂട്ട് ക്ലോസ്ഡ് ആവുന്ന വോൾട്ടേജ്, ടെർമിനൽ വോൾട്ടേജിൻ്റെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ 17 ഓം ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 8.5 വോൾട്ട് ആണ്. ഐ ഇൻറ്റു ആർ, ഇവിടെ ഐ എത്രയായിരുന്നു, 0.5 ആണ്. ആർ എത്രയായിരുന്നു, 17 ആയിരുന്നു. അപ്പോൾ 17 ഇൻറ്റു 0.5 ചെയ്തപ്പോൾ എനിക്ക് 8.5 വോൾട്ട് കിട്ടി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തൊട്ടുമ്പത്തെ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യൻ നമ്മൾ സെല്ല്, EMF, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വരിക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആഗ്രഹിക്കുന്ന നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, സുഖമായിട്ട് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ഷുവർ നിങ്ങൾ അവരിലേക്ക് എത്തിക്കുക. അല്ലാതെ വെറുതെ ടോപ്പിക്ക് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല എന്നൊന്നും മനസ്സിലാക്കുക. സോ നെക്സ്റ്റ് സെഷൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനായിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.